ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ RCCയിലേക്ക് പ്രവീണിനെയും കൊണ്ട് ചെക്കപ്പിന് പോവാണ്. കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ടെസ്റ്റുകളാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഇനി ഡോക്ടറെ കാണാൻ പറ്റും. നമ്മുടെ റിസൾട്ട് എല്ലാം കറക്റ്റ് ആവണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് അതെല്ലാം കഴിഞ്ഞ് റിസൾട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഒന്നുകിൽ നാളെ ഡോക്ടറെ അവിടെ നമ്മൾ കാഷ്വാലിറ്റിയിൽ വിളിച്ച് നമ്മുടെ ഡോക്ടർ മനുസാറിനെ നമുക്കിനി കാണിക്കണം. സർജറിയുമായി ബന്ധപ്പെട്ട ഡോക്ടറെയാണ് നമുക്ക് കാണിക്കാനുള്ള. അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഡോക്ടർ ലീവിലാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്കിനി അടുത്ത ബുധനാഴ്ചയെ നമുക്ക് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സർജറി ഡോക്ടറെ. അവൻ്റെ കാലിൽ ഉണക്ക് കുറവാണ്. അപ്പോൾ സർജറിയുമായി ബന്ധപ്പെട്ട ഒരിക്കൽ നമുക്കിതുപോലെ ഉണക്ക് കുറവായിട്ട് ഒരു സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ആ ഭാഗത്ത് ചെറിയൊരു ഉണക്ക് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർ വീണ്ടും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇനി നമുക്ക് ഡോക്ടറെ സർജറിയുമായിട്ടുള്ള ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്താ പറയില്ലേ, പാവി പോകണയുടെ മൊത്തം പാതാളമെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. എങ്ങനെയാണെന്നറിയില്ല. ഇനി എന്തായാലും ഡോക്ടറെ അടുത്ത് ഇനി നമ്മൾ കാണുന്നത് സർജറി ഡോക്ടറാണ്. ആ ഡോക്ടർ ബുധനാഴ്ച മാത്രമേ OPയിൽ ഉണ്ടാവുള്ളൂ. നാളെ എന്തായാലും വിളിച്ച് ചോദിക്കാം. ഡോക്ടർ ബുധനാഴ്ച ഉണ്ടെങ്കിൽ ബുധനാഴ്ച കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച ആയിരിക്കും നമ്മൾ കാണിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്ര ഹോസ്പിറ്റല്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്തോ എനിക്കറിയില്ല. ചിത്രയാണ്, തിരുവനന്തപുരം ചിത്ര ഹോസ്പിറ്റലാണ്. ഇതെല്ലാം ആ ഒരു ചിത്ര ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോമ്പൗണ്ടും ആശുപത്രിയും ഒക്കെയാണ്. അപ്പോൾ ഇതിന് തൊട്ട് താഴെയാണ് നമുക്കിനി RCC ഇരിക്കുന്നത്. ഇത് ഒരു സൈഡ് മാത്രമാണ് കേട്ടോ. നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ SAT ആണ്. ഇതാണ് ഇനി നമുക്ക് അങ്ങോട്ട് RCC. ഇത് RCC കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ താഴെ നിങ്ങൾ കുറച്ച് മുന്നേ ഇതിൻ്റെ താഴെ കണ്ട പുതിയ കെട്ടിടവും ഇനി നമ്മൾ ചെന്ന് കയറുന്ന പഴയ കെട്ടിടമാണ്. അങ്ങനെ 2 വിഭാഗമാണ്. ഇതാ കാണുന്നത് പുതിയ കെട്ടിടവും, ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് സംബന്ധിച്ച് കാണുന്ന പഴയ കെട്ടിടമാണ്. അപ്പോൾ ഇത് RCCയിലേക്ക് വേണ്ടി വരുന്ന ബസ്സുകളാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് RCCയിലേക്ക് വേണ്ടി വരുന്നതും മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. RCC ബസ് ബോർഡ് വെച്ച് വരുന്ന എല്ലാ RCC കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഹോസ്പിറ്റല്. നമ്മളിനി ഇവിടെ ഇറങ്ങണം. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും. ആ സമയം കൊണ്ടാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതും റിസൾട്ട് വാങ്ങുന്നതും പിന്നെ ബില്ലടയ്ക്കുന്നതും ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് വിശേഷങ്ങളും കൂടെ പ്രവിൻ്റെ കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളായിട്ടുള്ളത്. പ്രവിന് ഓക്കെ ആയിട്ടിരിക്കുന്നു, നല്ല ഹാപ്പിയാണ്. അവൻ്റെ കാര്യത്തിൽ അവൻ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങളുടെ കാര്യത്തിൽ എന്തായാലും ഞങ്ങൾ ഹാപ്പിയല്ല. എന്തായാലും സന്തോഷമായിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്നുകിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോവും, അതല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച. ഓക്കെ, അപ്പോൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങളും. നിങ്ങളും അങ്ങനെ തന്നെ ഇരിക്കണം. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബായ്. അതിനു മുമ്പ് ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബായ്.